rare rare. ഗൈസ് വെൽക്കം ടു കാസ്ട്രോൾഡർ മീഡിയ. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ട്രെയിലർ റിയാക്ഷൻ രാമായണം. സോറി അറിയാതെ വിട്ടതാണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് രൺബീർ കപൂർ, യശ്, സൈഫ് അലി, വിവേക് ഒബ്റോയ്, ഷാവന, പിന്നെ സണ്ണി ഡിയോൽ എന്നിവരൊക്കെയാണ്. വേറെ ആരൊക്കെ ഉണ്ടെന്ന് ട്രെയിലർ കണ്ട് മനസ്സിലാക്കാം. പിന്നെ പടം ഡയറക്റ്റ് ചെയ്തത് നിതീഷ് തിവാരിയാണ്. മീൻസ് ദങ്കൽ, ചിച്ചോരി എന്നീ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ഹാൻസ് സിമ്മർ. മീൻസ് അങ്ങനെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത് ഇൻറ്റർസ്റ്റെല്ലാറാണ്. അതിൻ്റെ മ്യൂസിക് ചെയ്ത ഹാൻസ് സിമ്മറും പിന്നെ നമ്മുടെ ഇന്ത്യൻ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനുമാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻസ് ആരൊക്കെയായിരുന്നു? DNEG ഉണ്ട്. ഇവരുടെ ഇതൊക്കെ പടം കണ്ടത് എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല, കാരണം ഇംഗ്ലീഷ് ഞാൻ വലുതായിട്ട് കാണാറില്ല. കാണും, തോന്നിയില്ലെങ്കിൽ കാണില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഒബ്സെഷൻ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. വേറെ കാര്യം എന്തില്ലാട്ടെ. പിന്നെ സോണി പിക്ചേഴ്സും ഈ സിനിമയുടെ പ്രൊഡക്ഷനിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും കാണാടെ. ഏത് ഭാഷ വേണം? യക്ഷണ്ണൻ ഉള്ളതുകൊണ്ട് കന്നഡ എടുക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഹിന്ദി പടം ഇതുകൊണ്ട് അങ്ങേരെ ഡബ് ചെയ്താൽ മതിയായിരുന്നു വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം ആരംഭിക്കലാമേ. അപ്പോൾ 3, 2, 1 ഗോ. യൂസ് ഹെഡ്ഫോൺസ് ഫോർ എക്സ്പീരിയൻസ് വേണ്ട. സോണി പിക്ചേഴ്സ് മോൺസ്റ്റർ മൈൻഡ്. യശും ഉണ്ട് കേട്ടോ എൻ്റെ പ്രൊഡക്ഷൻ. ആരുടെ രാവിലെ ഞാൻ മനസ്സിലായി, വേറെ മനസ്സിലായില്ല. യശ് പോളി മോന, എൻ്റെ പൊന്നെ പോളി വിഷ്വൽസ്. പോളി ബീജിയം കേട്ടോ. ഹൻസിമ്മറും ഏറെ മനോഹരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കേട്ടോ ഡബ് ചെയ്തിരിക്കണത്. പേടിച്ചു പോയി ഇങ്ങനെ എല്ലാവരും. സാറിൻ്റെ പേര് മറന്നു പോയിട്ടെ. ഇപ്പം ഇറങ്ങണ ആനയുടെ ഓർമ്മയുണ്ടെങ്കിൽ ഇതിട്ടാ. എൻ്റെ പൊന്നോ ഓറ സ്വാഗം. ശിവൻ ആരാണ് ഇത്? അയ്യോ ഒരു മിനിറ്റ്. എടി ഇത് ഇങ്ങനെയല്ലടി കൈലാസ്. എന്തെന്താ സീരിയല്ലേ പേരെന്തെന്ന്? കൈലാസനാഥ് സീരിയല് അണ്ണച്ചിയല്ലേ ശിവനായിട്ട് ഉള്ളി ഇങ്ങേരുണ്ടോ പടത്തിൽ? ഇയാളെ പേര് ഞാൻ മറന്നു കേട്ടോ. സോറി, അറിയാവുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. भगवान विष्णु ने अवतार लेकर उसकी रक्षा की। मेरा ज्येष्ठ पुत्र രൺബീർ കപൂർ രാമൻ. विश्व कल्याण के लिए यदि मेरा अंत भी हो जाए तो भी मुझे स्वीकार है। ആരുടെ ഇവൻ ചെയ്യാൻ വിക്രത്തിൻ്റെ ലുക്ക് ഉള്ളവർത്തൻ? ഇവനാണ് ലക്ഷ്മൺ. ലേറാ ദത്ത രാമൻ്റെ അമ്മയായിട്ട് ലേറാ ദത്ത അഭിനയിക്കുക. ശരി, നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. സൈഫ് അലി, സീത. പറയാൻ മറന്നു. ഈ സിനിമയ്ക്ക് 1000 ആദ്യത്തെ പാട്ടിന് 1000 കോടി, രണ്ടാമത്തെ പാട്ടിന് 1000 കോടി, അങ്ങനെ ചേർത്ത് 2000 കോടി എന്തോ അടിച്ചിട്ടുണ്ട്. എത്ര എന്തായാലും നല്ല പണിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീട്ടുണ്ടെന്ന് വിചാരിക്കണം ഇത് കണ്ടിട്ട്. സിനിമ തിയേറ്ററിൽ അങ്ങനെ ഒന്നും ഉണ്ടായാൽ മതി. എന്തിട്ടെ വിട്ട് കളയാൻ. അതെന്ത്
ഓറ കൂട്ടിക്കൊണ്ടിരിക്കട്ടെ. ഇത് കുൽപ്രീത്ത് അല്ലടേ, ഇതാ കുൽപ്രീത്ത. വേറെ ഒരു റോളും കൊടുക്കുന്നില്ല ഇതിനൊക്കെ. ഇതിന് വില്ലൻ ക്യാരക്ടർ പറ്റൂലട്ടാ. വേറെ ഒരു കുഴപ്പമില്ല ഇവിടെ. വേറെ ആരെയും കിട്ടിയില്ലടേ സൂപ്പർ നെഗറ്റീവ്. കഷ്ടം തന്നെ കേട്ടാ. വേറെ ആരെയും ഇല്ലാട്ടുമ്പോ ആദ്യം പിരിച്ചില്ലേ സൂപ്പർ നെഗറ്റീവ്. അത് പറഞ്ഞപ്പോ അടുത്ത് ഈ ഹനുമാനോടൊപ്പ് ഹനുമാൻജി എവിടെ? പാർട്സ് നല്ല രീതി. രാവണ റൂൾഡ് ബൈ റിവെഞ്ച്. രാമ ബോൺ ടു പ്രൊട്ടക്ട്. ഇതാരടെ ഇത്? സണ്ണി ഡിയോ അല്ല. അപ്പൊ ഹനുമാനോടൊപ്പം ജഡായു. ആ ഇത് ഇങ്ങേരുണ്ട് നമ്മുടെ വിവേക ബ്രോയ്, ശോഭന. അതെന്തോ സിംഹ നമിത രാമായണ രാമായണ നമിത മൽഹോത്ര രാമായണ. ആഹാ പോളി അവർ ട്രൂത്ത് അവർ ഹിസ്റ്ററി. പോളി ആരുടെ സ്ക്രീൻ പ്ലേ ശ്രീധർ രാഘവൻ, നിതേഷ് തിവാരി. ഞാൻ ഡയലോഗ് ശ്രേയാസ് ജെയിൻ, നിതേഷ് തിവാരി. അടിപൊളി ഡയലോഗ്സ് കേട്ട്. പടം ഇറങ്ങാൻ പോകാം. ആക്ഷൻ ഡയറക്ടറാണ് എനിക്ക് അറിയേണ്ടത്. ഗൈ നോറിസ് ടെറി നോട്ടറി. ഓക്കെ. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ റിംപിൾ ആൻഡ് ഹർപ്രീത്ത് നെറൂല. ഏതൊക്കെയാണെന്ന് നമുക്ക് അപ്പം നോക്കാം. എന്തിരട്ടെ കഴിഞ്ഞ എന്തായാലും ട്രെയിലർ ലുക്സ് പ്രോമിസിബിൾ. പക്ഷേ ഈ കുൽപ്രീത്തിനെ മാറ്റിയിട്ട് വേറെ ആരും സൂപ്പർമാക്കി ആക്കാൻ കിട്ടിയില്ല. ഇല്ലേ നാം ചോദിക്കാനുള്ളത്. ബാക്കി എന്തും ഇപ്പോൾ വിഷ്വൽസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനിങ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിൽ വി എഫ് എക്സ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എന്ത് വോയിസ് ആണെങ്കിലും നല്ല പണിയിട്ടുണ്ട്. 2000 ഇത് 2 പാട്ട് ഇറങ്ങുന്ന പടമാണ്. അപ്പോൾ ആദ്യത്തെ പാട്ടിന് 1000 കോടി, രണ്ടാമത്തെ പാട്ടിന് 1000 കോടി എന്ന് പറഞ്ഞ ചുമ്മാണ്ടല്ല എന്ന് മനസ്സിലായത്. കാരണം അമ്മ അതിൽ പണിയിട്ടുണ്ട്. സോണി പിക്ചേഴ്സിൽ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് സോണി പിക്ചേഴ്സ് പുറത്തു വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇവർ സോണി പിക്ചേഴ്സ് കഴിഞ്ഞ 2 പടം, ഒരു മാഡമായ വെബും പിന്നെ വേറൊരു പടം ഉണ്ടായിരുന്നു, എൻ്റെ ഓപ്പറേഷൻ വാലൻ്റ്. ഇതിൻ്റെ റിവ്യൂ അതിൻ്റെ ഇതിലാണ് നടപ്പുണ്ട്. വേണേ ഇരുന്ന് കണ്ടിട്ടിരിക്കുക. 2 പടത്തിൽ ദുരന്ത VFX ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പറ്റണ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിഷമം എന്തിനാന്ന് വെച്ചാൽ അനിയമാൻജിയായിട്ട് സണ്ണിഡിയോട് വന്ന് ഉണ്ടെന്നുള്ളത് കൺഫേംഡാണ്. ബട്ട് കാണിച്ചില്ല. കഷ്ടം കേട്ട്. എന്തെങ്കിലും എന്തായാലും നിങ്ങൾ ഈ സിനിമ ട്രെയിലർ കണ്ടവന്മാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ എനിക്ക് പേഴ്സണലി ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു കേട്ടോ. രൺബീർ കപൂർ സത്യം പറഞ്ഞ ഈ സിനിമയുടെ ട്രെയിലറൊന്നും ഇറങ്ങണതിന് മുമ്പ് അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് കേട്ടോ, സത്യം പറഞ്ഞ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് ശശി രാവണനായിട്ട് വരണമെന്ന് അറിഞ്ഞപ്പോഴെന്തോണ് ഞാൻ സത്യം പറഞ്ഞ ഹൈപ്പ് കൊടുക്കാൻ തുടങ്ങിയിരിക്കണതൊക്കെ അനൗൺസ് ചെയ്ത സമയത്ത്. അപ്പോൾ അത് സിനിമ ഇറങ്ങുമ്പോഴും കീപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഞാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓൾ ഹെൽത്ത് വേൾഡ്. Discount